എനിക്കുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കടം വാങ്ങി നശിച്ചതേയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അതേ കുടുംബ ബന്ധം വേർപിരിഞ്ഞതേയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വേ ജനിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആ ലിസ്റ്റം നീണ്ടുപോകുന്നു. കുടുംബ ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ 4 തലമുറയായി മറ്റും ഒരിക്കലും നല്ല ഒരു പാരമ്പര്യം കുടുംബത്തിൽ പറവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ദിവസം കേൾക്കണമേ, ഇന്നലകളിൽ നിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് സംഭവിപ്പാൻ പാടില്ലാത്ത ആത്മഹത്യയും ശാപവും കടഭാരവും പ്രതികൂലവും ദുർമരണങ്ങളും മധ്യായുസിൽ വച്ചുള്ള മാറ്റപ്പെടുന്നതായ അവസ്ഥകളും ആണ് എങ്കിൽ തിരുവചനം പറയുന്നു, വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്തിൽ അത്രേ. വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഒരു സംഭവം പറയട്ടെ. 1999 ഒരു ദിവസം ഒരു സമയത്ത് ഞങ്ങൾ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു സഹോദരി കടന്നു വന്നു. അവൾ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ 30 വയസ്സാകുമ്പോൾ എല്ലാവരും ഭ്രാന്തന്മാർ ആയിത്തീരുന്നു. എനിക്ക് 29.5 വയസ്സായി. ഇനി 30 വയസ്സ് തികയുവാൻ ജസ്റ്റ് 6 മാസം മാത്രം. എനിക്ക് MSc MA ഡിഗ്രിയുണ്ട്, നല്ലൊരു ടീച്ചറാണ്. പക്ഷേ 100 കണക്കിന് വിവാഹാലോചനകൾ വന്നിട്ടും ഇതുവരെ വിവാഹം ഒന്നും നടന്നതേയില്ല. കാരണം എല്ലാവരും പറയും ആ വീട്ടിൽ 30 വയസ്സ് തികയുമ്പോൾ എല്ലാവർക്കും ഭ്രാന്ത് വരും, ഇവൾക്കും ഭ്രാന്ത് വരും. അതുകൊണ്ട് വിവാഹം കഴിപ്പാൻ ആരും ഒരുക്കമല്ല. വന്നതിന്റെ ഇരട്ടി വേഗതയിൽ അവരെല്ലാം ഓടിപ്പോയി. ദയവായി പ്രാർത്ഥിക്കണമേ. ഞാൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുപ്പാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിന് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. നിന്റെ കുടുംബത്തിൽ എല്ലാവരും മാനസിക രോഗികളെങ്കിൽ ആ രോഗം നിനക്ക് വരാതിരിക്കാൻ വേണ്ടി അത്രേ യേശു കർത്താവ് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചത്. അവൾ വിശ്വസിച്ചു, മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവിടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇപ്രകാരം പറഞ്ഞു, യേശുവേ, എൻ്റെ കുടുംബത്തിന് മറ്റുള്ളവർക്ക് വന്ന ആ ഭാരം എൻ്റെ ജീവിതത്തിൽ വരരുതേ. എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് കടന്നു വരണമേ. ഇന്ന് പകൽ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നത് പോലെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവൾ സ്വീകരിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അവൾ രക്ഷിക്കപ്പെട്ടു. യേശുവിന്റെ പൈതലായി. വർഷങ്ങൾ കഴിഞ്ഞു. ആൾമോസ്റ്റ് ആ കാര്യം ഞാൻ മറന്നു. രാജസ്ഥാനിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോകുമ്പോൾ ഈ സഹോദരി ഞാൻ കണ്ടു. ഇന്ന് അവൾ ഒരു പാസ്റ്റർ ഭാര്യയത്രേ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയത്രേ, ഒരു ഹൈസ്കൂൾ അധ്യാപികയത്രേ, മറുവശത്ത് ദൈവത്തിന്റെ ശക്തിയേറിയ ഒരു വേലക്കാരിയത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ കുടുംബത്തിലുള്ള ബാക്കി 3 പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവളുടെ പിതാവ് മരിച്ചുപോയി. ബാക്കി 3 പേർ ജീവിച്ചിരിപ്പുണ്ട്. ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും ഭ്രാന്തരായിരിക്കുമ്പോൾ ഇവൾ നല്ല സുബോധമുള്ള നല്ലൊരു ദൈവത്തിന്റെ ദാസി അത്രേ. ഞാൻ ചോദിച്ചു, സിസ്റ്റർ, എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചു? അവൾ പറഞ്ഞു, ബാക്കിയുള്ള സകലരും യേശുവിന്റെ രക്തത്തിന് പുറത്തായിരിക്കുമ്പോൾ ഞാൻ യേശുവിന്റെ രക്തത്തിനുള്ളിലായിരിക്കുന്നു. അർത്ഥം, ബാക്കിയുള്ളവർ യേശുവിന്റെ വിശ്വാസത്തിന്റെ വെളിയിലായിരിക്കുമ്പോൾ ഞാൻ യേശുവിന്റെ വിശ്വാസത്തിൽ ആയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്റെ ശരീരത്തിലെ സകല തുള്ളി രക്തവും ചൊരിഞ്ഞ് മരിച്ചു. എന്നിട്ടും യേശു മരിച്ചിട്ടും രക്തത്തിന്റെ കഥ തീർന്നു പോകുന്നതേ ഇല്ല. ഒരു പടയാളി ഇതാ കടന്നു വരുന്നു. ആ പടയാളിയുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ 19:34 വായിക്കുമ്പോൾ ആ പടയാളി തന്റെ കയ്യിലുള്ളതായ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറം കുത്തി തുളച്ചു. കാരണം മെഡിക്കൽ സയൻസ് പറയുന്നു, ശരീരത്തിലുള്ളതായ സകല രക്തവും വാർന്നുപോയി ഒരുവൻ മരിച്ചാലും 33.5 ഔൺസ് രക്തം ഹൃദയത്തിന്റെ വാൾവുകളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാത്രമാണ് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചത്. മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തം മുഴുവൻ വാർന്നുപോയി അവൻ മരിച്ചാലും ഹൃദയത്തിന്റെ വാൾവുകളുടെ ഇടയിൽ രക്തം 33.5 ഔൺസ് തുള്ളി രക്തം പിന്നെയും ബാക്കി ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഹൃദയത്തെ നിർമ്മിച്ച സൃഷ്ടികർത്താവായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കണ്ടു. യേശുവിന്റെ ഹൃദയത്തിൽ 33.5 ഔൺസ് രക്തം ബാക്കിയുണ്ട്. അവസാനത്തുള്ളി രക്തവും ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി ചൊരിയുകയുണ്ടായി. എന്തിനു വേണ്ടി? വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ച് നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുവാൻ. നിന്റെ കുടുംബത്തിൽ ഇന്നലെ വരെ കടം വാങ്ങി അനേകർ നശിച്ചുവെങ്കിൽ നിന്നെ കടം കൊടുക്കുവാൻ ഗുണം നിന്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തും. മറ്റാർക്കുമില്ലാത്ത നിന്റെ കുടുംബത്തിൽ മറ്റാർക്കുമില്ലാത്ത കുടുംബജീവിതത്തിന്റെ സുരക്ഷിതത്വം നാളെയല്ല, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പോകുന്നു. കാരണം there is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ളവർ മധ്യായുസ്സിൽ വെച്ച് മരിച്ചുവെങ്കിൽ ദൈവം നിനക്ക് ദീർഘായുസ് തരുവാൻ പോകുന്നു. ആ ക്യാൻസർ, ആ കുടുംബത്തിലുള്ള ആ ഡയബറ്റിക്,
ആ ബ്ലഡ് പ്രഷർ, ആ ഹൃദയ രോഗം, ആ സൈലന്റ് ഹാർട്ട് അറ്റാക്ക്, അതൊന്നും നിനക്കുള്ളത് അല്ല. കാരണം യേശുവിൻ്റെ രക്തം ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ പൊതിവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് 100% സമ്പൂർണ്ണ ജയം ഉണ്ട്.